അപ്പോൾ എന്താണ് ഈ സഹയാത്രി? സ്ക്രിപ്റ്റ് റൈറ്റർ ഇരിക്കുമ്പം നമ്മൾ സംസാരിക്കേണ്ട പുള്ളി തന്നെ ആദ്യം പറയും. സഹയാത്രികൻ ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കഥയാണ്. എൻ്റെ ഫാദർ, എൻ്റെ പപ്പയാണെങ്കിൽ പണ്ട് ചെയ്തൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമുണ്ട്, വിത്തിൻ ഒരു 1 minute ഡ്യൂറേഷനിൽ നിന്ന്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ തോന്നി. അത് വർഷങ്ങളായിട്ട് എനിക്കൊരു പ്രോപ്പർ ഒരു വലിയ സാധനമാക്കണമെന്ന് ഷൂട്ട് ചെയ്തപ്പോൾ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എനിക്കതിനെ പറ്റി റൈറ്റ് ടീം എൻ്റെ കയ്യിലില്ലായിരുന്നു. സോ അതും ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതും ചേട്ടനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, അണ്ണാ നിരാശയായോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നെ നല്ല തെറി വിളിച്ചു, അത് വേറെ കാര്യം. എന്നിട്ടാണ് എനിക്ക് ആ സമയത്ത് കഥയ്ക്കുള്ള ത്രെഡ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ത്രെഡ് ഞാൻ പറഞ്ഞു, ജോർജൻ ത്രെഡായിട്ട് നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല, നമുക്കൊരു കഥയാക്കി ജോർജിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. ഈ കഥ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ആ സമയത്ത് വലിയ കഴിവുണ്ടെന്നുള്ളതിൽ എനിക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു, ഇങ്ങേർക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കഥ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡെവലപ്പ് ചെയ്തു. കഥ ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്പായി വന്നു കഴിഞ്ഞപ്പോൾ ജനുവരി 26 ജനുവരി 26 എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് കമ്മിങ് എന്ന് പറഞ്ഞ് ഞാൻ അതിൻ അല്ലമീൻ ദേവൻ ഞങ്ങൾ 4 പേരും കൂടെ ചുറ്റും ഇരുന്നൊരു പാർക്കിൽ തറയിരുന്ന് കുറച്ചു നേരം വാചടിക്കുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണും. അപ്പം അതുവരെ കഥ മൊത്തം ഞാൻ റെഡിയാക്കി എടുത്തു. കഥയും കൊണ്ട് റെഡിയാക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതിനടുത്ത് പറയുന്നു, ജോർജൻ ഇത് സ്ക്രിപ്റ്റ് ആക്കുമെന്ന്. വീണ്ടും എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത സംഭവത്തിൽ ഞാൻ വീണ്ടും സ്ക്രിപ്റ്റിന് ഇറങ്ങി. ഞാൻ എന്നിട്ട് ഒരു കംപ്ലീറ്റ് കഥയായിട്ട് എക്സാം, എൻ്റെ 11th ഫൈനൽ എക്സാം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റും കഥയും എല്ലാമായിട്ട് ഡയറക്ടറെ ഏൽപ്പിച്ചു. പിന്നെ ഡയറക്ടറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് മാജിക് ആയിരുന്നു. സ്ക്രിപ്റ്റ് തീരുന്നത് പടത്തിന്റെ റാപ്പിന്റെ തലേ ദിവസം. അതാണ് കറക്റ്റ്. അതാണ് സ്ക്രിപ്റ്റ്. അല്ല കാര്യം, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യം ജോർജൻ എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ജോർജൻ ഇതേപോലെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഇതല്ല ചെയ്യാനിരുന്നത്, നമ്മൾ നിരാശയാണ് ചെയ്യാനിരുന്നത് ആക്ച്വലി. പക്ഷേ നിരാശ സാങ്കേതിക അതെ, നിരാശ ഒരു വലിയ സിനിമ. കാര്യം അത് നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല ലെങ്തുണ്ട്. അതെ, നമ്മൾ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ നമുക്ക് അത്ര തോന്നിയില്ല. പക്ഷെ സ്ക്രിപ്റ്റിലോട്ട് കുറെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അത് ഞാൻ വിചാരിച്ച് 1 മണിക്കൂറുള്ള ഷോർട്ട് ഫിലിമൊക്കെ ഡബ് എടുത്ത് തീർക്കാം. അങ്ങനെയല്ല. കാര്യം കുറെ ആളുകളും എല്ലാവരും വിചാരിച്ചു, ഞാൻ ഈ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഫോണിൽ ഷൂട്ട് ചെയ്ത് ഭയങ്കര എളുപ്പമാണ്, ക്യാമറ കിട്ടുമ്പോൾ അതിലും നാളെ എളുപ്പമാവും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാര്യം ക്യാമറ കിട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ആ പാട് പെട്ട് തുടങ്ങിയത്. ക്യാമറ കിട്ടുമ്പോൾ നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കമ്പ്യൂട്ടറിലുള്ള സിസ്റ്റം വേണം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓരോന്ന് പഠിച്ച് വരികയാണ്. അപ്പം നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്ക്രിപ്റ്റ് കൈ കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചു ആദ്യം എന്തായാലും വി ആർ സ്റ്റാർട്ടിങ് സഹയാത്രിയും കാര്യം ഒരു ചെറിയ ലെങ്ത് ഉള്ള സിനിമയാണ്, പുതിയതായിട്ട് ഒരു പുതിയ ജോണറാണ്, പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ സംഭവം ട്രൈ ചെയ്യാൻ. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇപ്പോൾ പുതിയൊരു ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്ത് വേറൊരാളെ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാനിതൊരു ആരും ചെയ്യും. കാര്യം ഞാൻ അല്ലമീൻ്റെ ഒരു സ്ക്രിപ്റ്റ് പറയും, അവൻ എന്ത് സീനാണ് വേണമെന്നുള്ളത് എനിക്ക് പറയും, എനിക്ക് എന്താ വേണമെന്നുള്ളത് അവന് പറയും. നമ്മൾ ആ ഒരു ടേംസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോർജൻ വന്നത്. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമെന്ന് മനസ്സിലായ ഞാൻ എന്ത് ചെയ്തു, ജോർജൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം വർക്ക് ചെയ്ത് അപ്പോൾ ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയൊരു കഥയാണ്. പിന്നെ ഞാൻ ദേവൻ, സൂര്യൻ, ഇപ്പം ഈ 3 പേര് എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവനും സൂര്യനും അർജന്റായിട്ട് ഒരു യാത്രയിലാണ്. അവർ തൃശ്ശൂർ പൂരത്തിന്റെ കവറിങ്ങിന് പോയേക്കാം. അവർക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഉണ്ടല്ലോ, അപ്പം നമ്മൾ അങ്ങ് ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ അവർ നല്ല ബിസിയാണ്, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അവരിപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ നമ്മുടെ എഡിറ്റിംഗ് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1-ാം തീയതി പടം ഇറങ്ങുന്നതിൽ ഇപ്പോഴും എഡിറ്റിങ്ങിന്റെ ലാസ്റ്റ് ടച്ചപ്പ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. അതെ, നമ്മളിപ്പോൾ ഇതുവരെ അതിന്റെ ഫൈനൽ എഡിറ്റ് കണ്ടിട്ടില്ല. അപ്പം നീ കണ്ടിട്ടുള്ള എനിക്കോട് ഞാനാണെന്ന് തോന്നുന്നു മാക്സിമം കണ്ടത്. അപ്പോൾ പിന്നെ ആ സിനിമ കൈ കിട്ടി, ചെയ്യാമെന്ന് തീരുമാനിച്ചു, ചെയ്ത് തുടങ്ങി, എല്ലാം ഒത്തു വന്നു. ഷൂട്ടിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയി. 8-ാം തീയതി നമ്മൾ ഷൂട്ട് തീർത്തു. 8-ാം തീയതി തീർത്തെങ്കിലും പിന്നെയും ടച്ചപ്സ് ഉണ്ട്. അത് പിന്നെ അത് ഷൂട്ടായിട്ട് കൂട്ടാറില്ല. അത് ഞാനും നമ്മുടെ ജോർജനും കൂടെ ചെയ്തു. അപ്പോഴൊക്കെ ദേവനും സൂര്യനൊക്കെ പല ആവശ്യങ്ങളായിട്ട് പോയി. അപ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്കും ഓരോ തിരക്കുണ്ട്. ഇപ്പം നമുക്കൊരു തിരക്ക് വന്നാലും നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന മുമ്പേ മ്യൂസിക് ഇത് കഴിഞ്ഞു. അതല്ല മീൻ തീർത്തായിരുന്നു. ബാക്കി അവൻ പറയും. എനിക്ക് അർജൻറ്റായിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ലാഗ് ആക്കണ്ടെന്ന് തോന്നി.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഷട്ടപ്പടയുന്ന മ്യൂസിക് തീർക്കാൻ വിചാരിച്ചു ഞാൻ. ബോർഡ് എക്സാമിന് ഇടയ്ക്കൊക്കെ ഇരുന്നാ ചെയ്തു. അതെ അതാരും അറിയില്ല, സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം, നല്ല ബോർഡ് എക്സാം അതല്ല അതെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മ്യൂസിക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കുറേ വർക്ക് ജോർജിന് അയച്ചു കൊടുത്തു. പക്ഷേ ജോർജിന് അതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. പക്ഷേ ഫൈനലി ഞാൻ എൻ്റെ ഒരു പരിപാടി ചെയ്തു. സൺറൈസ് ആണ് പാട്ട്. ആ ഒരു സൺറൈസ് ഞാൻ ജോർജ് വേറെ BGM വരുന്നുണ്ട്, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, അത് ചില സ്പെഷ്യൽ എലമെന്റ്സ് ഉണ്ട്. അത് ട്രെയിലർ 2 ഇട്ടിരിക്കുന്നു. അല്ലമീൻ ചേട്ടന്റെ ഓഡിയോ BGM തന്നെയാണ്. ഫസ്റ്റ് ട്രെയിലറിന് വേറെ നമ്മുടെ സഹയാത്രികന്റെ എല്ലാം ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല BGM വർക്ക് മ്യൂസിക്കും പരിപാടികളൊക്കെ സഹയാത്രികനാണ്. അത് ഇനി ഇമ്പ്രൂവ് ആക്കണം. ഇനി കുറച്ച് വർക്ക് കൂടെ വരുന്നുണ്ട്, കുറച്ച് നമ്മൾ അധികം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മളിപ്പം ഈ സഹയാത്രികന്റെ വർക്കിലാണെങ്കിലും നമ്മൾ പാക്കപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം സഹയാത്രികന്റെ പുറകെ നടന്നതിന് ശേഷം നമ്മൾ അടുത്ത വർക്ക്, നമ്മുടെ പുതിയ വർക്ക് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നമ്മുടെ പുതിയ സീരീസ് കള്ളൻ എന്ന് പറഞ്ഞ സീരീസ് യൂട്യൂബിൽ സ്ട്രീമിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ എഡിറ്റിംഗ്, അതിനുശേഷം ഞങ്ങൾ വേറൊരു സീരീസ് ഒരെണ്ണം അത് കഴിഞ്ഞ ദിവസം ഷൂട്ട് തീർന്നു. പിന്നീട് ഒരു മെഗാ ഐറ്റം ഉണ്ട്, മെഗാ ഐറ്റം. ആ ഒരു സംഭവം ഉടനെ വരുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ സഹയാത്രികൻ കഴിഞ്ഞ ഉടനെ അടുത്ത റിലീസ് കാര്യം ഷൂട്ട് ഉൾപ്പെടെ ഈ ഇതിനകത്ത് നമ്മുടെ PC-യും ലാപ്പ് പിന്നെ ഇതിനകത്തും ഉണ്ട്. ഇപ്പം സംഭവങ്ങളുണ്ട്. 3-4 ഫോണുണ്ട്. ആ ഫോണിൽ എല്ലാത്തിനും ഇപ്പോൾ സ്റ്റോറേജ് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതെല്ലാവരും കണ്ടു, വളരെ ഹാപ്പിയാണ്. നമ്മളൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വളരെ എന്ന് വെച്ചാൽ ആസ് എ മേക്കർ ഞാൻ ഭയങ്കരമായിട്ട് ഒരു അഭിമാനം കൊള്ളുന്ന ഒരു സാധനമാണ് അത് സഹയാത്രിയുടെ റിലീസിന് ശേഷം ഉറപ്പായത്. അതിപ്പോൾ നമ്മൾ പറയുന്നില്ല, അത് വേറൊരു ഇരിപ്പുണ്ട്, ഇതേപോലൊരു ഇരിപ്പുണ്ട്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, എഡിറ്റ് കഴിഞ്ഞു, മിക്സ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പ്രൊഡക്ഷൻ പോസ്റ്റ് 3 എല്ലാം കഴിഞ്ഞു. ഫോൺ ഇരിപ്പുണ്ട്, 10 മിനിറ്റേ സാധനമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. സഹയാത്രികൻ ഏകദേശം 30-35 മിനിറ്റ്സ് ഉള്ളെങ്കിലും പക്ഷെ അതിന്റെ എഡിറ്റിങ്ങും ഷോർട്സ് ആണെങ്കിലും അതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും സഹയാത്രികനിലാണ്. അത്രയും നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാര്യം ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. അപ്പോൾ അത്ര നമ്മൾ കുറേ നമ്മൾ അപ്ഗ്രേഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോന്നും ക്വാളിറ്റി വൈസ് ചെയ്യണമല്ലോ. അപ്പം അതിനുള്ള എല്ലാം സഹയാത്രികയിലുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ലെങ്തിയാണ്. അതാണ് ഇത്ര ലേറ്റ് ആവുന്നത്. പിന്നെ ഇനിഷ്യൽ റിലീസ് April 20th ഒക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ നടന്നില്ല. കാര്യം എഡിറ്റിങ്ങിന് നമ്മൾ അത്ര നല്ല വൃത്തിക്ക് ഇറക്കും. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത റിലീസ് ഡേറ്റ് 13-ാം തീയതി, 8-ാം തീയതി ഷൂട്ട് കഴിഞ്ഞ് 15 15-ാം തീയതി വിഷു റിലീസ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നടന്നില്ല. അതിനുശേഷം ആണ് പിന്നെ പറ്റത്തില്ല. പിന്നെ 20-ാം തീയതി നമ്മൾ വിചാരിച്ചു ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു 1-ാം തീയതിയിലേക്ക് മാറ്റാം. അത് നമ്മുടെ എഡിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു 1-ാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അതാ പ്രൊമോഷൻ അന്നേ തുടങ്ങിയത്. കാര്യം 1-ാം തീയതി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അധികം ഓഡിയൻസ് നമുക്കിപ്പോൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ വി ഹാവ് ടു ഗീവ് ദാറ്റ് മച്ച് പ്രൊമോഷൻ ഫോർ ഇറ്റ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് നമ്മൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. മ്യൂസിക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം മെയ് 1 നമ്മുടെ റിലീസ് ഡേറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു അവൈറ്റ് ചെയ്യുന്നൊരു ഡേ ആണ്. കാര്യം കുറേ ഏകദേശം ഒരു 1.5 വർഷമായിരുന്നു. അലാദീനാണ് ലാസ്റ്റ് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ ഒരു ക്രിയേഷൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നല്ല കുറേ പേരുണ്ട്. നമ്മൾ ഒരുപാട് പുതുമുഖങ്ങളാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം മൈ ലൈഫ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് കുറേ കാര്യം എൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ സേഫ് സോണിലുള്ള ആളുകളെ മാത്രം പിടിച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ജോർജിന്റെ മമ്മി പപ്പ എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ നമ്മുടെ അഞ്ജന ആൻറ്റി, ജയിൻ്റെ കൂട്ടൻ ദേവൻ നമ്മുടെ ദേവനല്ല, വേറൊരു ദേവൻ, പിന്നെ അവരുടെ 2 ഫ്രണ്ട്സ്, എനിക്ക് പേരിപ്പോൾ കിട്ടുന്നില്ല, പിന്നെ ആദിത്യൻ, പിന്നെ ദേവൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു ഇതായിട്ട്. വേറൊരാളുടെ ക്യാമിയോ പറയുന്നില്ല. അത് സിനിമ കാണും. അത് ഒരു വളരെ അതൊരു എക്സ്പെരിമെന്റ് ആണ്. കണ്ടുവരുമ്പോൾ രസമായിരിക്കും. ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ മുണ്ട് മുടക്കിയ ആദ്യത്തെ വ്യക്തിയായിരിക്കും. ആ ഒരു ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരും മുണ്ട് മുടക്കി അടിച്ചിട്ടില്ല. പിന്നെ നമ്മളൊരു ചേട്ടനും കൂടെ ഉണ്ട്. അതെ, നമ്മുടെ ഗുരുദത്ത് ചേട്ടൻ, സ്പെഷ്യൽ താങ്ക്സ്. കാര്യം ചേട്ടൻ്റെ ജോലി IT ഫീൽഡാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വന്ന് നമുക്ക് ചെയ്യുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഷൂട്ടിംഗ് നല്ല എല്ലാ ദിവസവും നല്ല അല്ല, ഷൂട്ടിംഗ് ഒന്നും നമുക്ക് ഒരു പ്രോപ്പറായിട്ടാണ് നടന്നത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല കുറെ ആളുകൾ നമുക്ക് വേണ്ടി സഹകരിച്ചു. അതെ, അങ്ങനെ കുറെ നല്ലൊരു എക്സ്പീരിയൻസ്. അത്യാവശ്യം പൈസ പൊട്ടി അല്ലേ? പൊട്ടി. അതൊന്നും പിന്നെ ഇതൊന്നും ബാധിക്കുന്നതായില്ല. കാര്യം ഇത് ചെയ്തല്ലേ പറ്റൂ. അതെ, അപ്പോൾ നല്ല പ്രതീക്ഷകളുണ്ട്. ഈ 1-ന്
അത് ആ സിനിമ എങ്ങനെയാണെന്നായിരിക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അഭിപ്രായത്തിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ആസ് എ മേക്കർ എന്തുമാത്രം രീതി പുലർത്തിയിട്ടുണ്ടെന്നൊക്കെ ഇവർക്ക് എനിക്കറിയത്തില്ല. ഞാനും എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്ന് അതെ, അത് 1-ാം തീയതി നമുക്കറിയാൻ പറ്റും. അപ്പോൾ എനിവേ സഹയാത്രികൻ മെയ് 1-ാം തീയതി യൂട്യൂബ് ചാനലായിട്ടുള്ള ക്വാളിറ്റി ഫ്രണ്ട്സ് സ്ട്രീം ചെയ്യുന്നതാണ്. രാവിലെ 11:11 മെയ് 1 നമ്മുടെ സഹയാത്രികൻ സ്ട്രീം ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടും ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് DM ആയിട്ടും എല്ലാം രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ. മെയ് 1-ാം തീയതി നമുക്ക് എല്ലാവർക്കും പിന്നെ മുന്നേ മാർക്ക് ചെയ്തിട്ടോ 1-ാം തീയതി മെയ് 1. അതെ, കലണ്ടർ മാർക്ക് ചെയ്തിട്ടോ മെയ് 1 പരിപാടിയുണ്ട്. പരിപാടിയുണ്ട്. ബൈ.